ആരോന് പനി ഉണ്ടെങ്കിലോ തൊള്ള കഴിക്കാന്ന് ഉള്ളില് പനി ഉണ്ടോ? എന്ന് നല്ല കഫുണ്ട് നിങ്ങക്ക്. നട്ടപ്പാത്രക്ക് ജിലേബി നീച്ചിരുന്ന് തിന്നീനില്ല. ഞാൻ കണ്ട് 2 മണിക്ക് തൊള്ള കഴിച്ചിട്ടാ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഞാനിൻ്റെ എപ്പിയും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് ഓണാക്കിയേക്കാണ് ഇപ്പോൾ വർത്താനം പറഞ്ഞത്. അപ്പോൾ ഓരോ ഇപ്പാനോട് ഇങ്ങനെ ചോദിക്കാന്ന്. ഇപ്പം അത് നല്ല തണുക്കണുണ്ട് എന്ന്. പനിയൊന്നും ഇല്ല. പനി ഉണ്ടെങ്കിൽ തൊള്ള കയ്പുണ്ടാവും. പനിക്കണില്ല, നല്ല തണുപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് ഇതാ ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് ആള്. മറ്റേത് ഷർട്ടൊന്നും ഇടലില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ടിരിക്കേണ്ട ആൾക്ക്. കഫ ഉണ്ട് കേട്ടോ. കഫ ഇങ്ങനെ കുറുകണത് അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇതാ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനിൻ്റെ എപ്പി മാത്രമേ ഉള്ളൂ. ഉമ്മ തൊഴിലുറപ്പിന് പോയിക്കണ്, പിള്ളേർ സ്കൂൾക്കും പോയി. ഞങ്ങൾ രണ്ടാളും മാത്രം. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കൂട്ടോ. അവിടെ കുറച്ച് നേരം ഇരിക്കും. വെയിൽ ചൂടാകുമ്പോൾ അകത്ത് പോകില്ലപ്പോൾ ഇങ്ങനെ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട്, ഒരുപാട് നല്ലതിൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ് ഇത് ഇടൂ, അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഇടൂ, യൂട്യൂബിൽ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ. പക്ഷേ ഞാൻ അന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതിൽ കമ്മ്യൂണിറ്റി ടാബിൽ സ്കാനർ വെച്ചിരിക്കണം കേട്ടോ. അത് ഞാൻ വെക്കണ്ടാച്ചിട്ടായിരുന്നു. എനിക്കൊരു പേടിയായിരുന്നു. ഇനിയിപ്പോൾ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമാവുക അങ്ങനെയൊക്കെ ഒരു പേടിയായ കാരണം ഞാൻ വെക്കാതെ ഇരുന്നതായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞു എങ്ങനെ ആയാലും ഉപ്പാനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ക്യാഷ് ചോദിക്കണ്ടല്ലോ, എന്നോട് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഇതും അതുപോലെ ഇതിപ്പോൾ സ്കാനർ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരാൻ പറ്റുന്നവർക്കാർ തരും, തരാത്തവരില്ലാത്തവർ തരൂല, അത്ര തന്നെ. വേറെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്നാണ്. എങ്ങനെ ആയാലും ഉപ്പാക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കണ്ടല്ലോ, പൈസ സഹായിക്കണമെന്ന് നിങ്ങാണ്ട് ചോദിക്കണ്ടല്ലോ. ഇപ്പം അത് പിരിച്ചിരുന്നു കേട്ടോ. ഞാൻ നാൾ പറഞ്ഞിരുന്നില്ല, അപ്പം അത് പിരിച്ചിരുന്നു. പക്ഷെ അത് പിരിക്കൽ വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചതല്ല, പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു ഇനി പിരിക്കണ്ട, അവർക്ക് ഇങ്ങനെ ഫോം വിളി വരികയാണ്. അങ്ങനെ ഫ്ലെക്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ വിളിച്ച് പറഞ്ഞങ്ങാണ്ട് പിരിക്കൂലേ, അങ്ങനെയായിരുന്നു പിരിച്ചിരുന്നു. അപ്പോൾ ഈ ഫ്ലെക്സുമ്മൽ പള്ളി കമ്മിറ്റിക്കാരൊക്കെ നമ്പർ വെച്ചിരുന്നു കേട്ടോ. അവർ ഈ പള്ളി കമ്മിറ്റിയിരുന്ന് കടലാസ് തന്നിട്ടാണല്ലോ നമ്മൾക്ക് ഇവരിങ്ങനെ പിരിക്കാനിറങ്ങി. ഈ വണ്ടിയിൽ ഇങ്ങനെ വിളിച്ചറിഞ്ഞിട്ട് അങ്ങനെ പിരിക്കൂല, അങ്ങനെ പിരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് പള്ളി കമ്മിറ്റിക്കാർക്ക് ഇങ്ങനെ ആൾക്കാർ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു ഇനി ആ പള്ളി കമ്മിറ്റിക്കാരൻ അവരോട് പറഞ്ഞ് പിരിക്കണ്ട, നിങ്ങൾ നിർത്തിക്കാളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ കിടന്നത് പിന്നെ ഇനി പാക്ക് ചികിത്സക്ക് പൈസ എന്ത് കാട്ടുന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ അൽഹംദുലില്ലാ അള്ളാൻ്റെ ഹൈർ എന്ന് പറയാൻ ഞാൻ മിനിയാന്നിട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻ്റ് ഇട്ടിട്ടോ. നിങ്ങൾ ഗൂഗിൾ പേ ഉണ്ടെന്നുണ്ടെങ്കിൽ വിട്ടേരി, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുക്കി, ഇപ്പാക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കി, ഞങ്ങളതിലേക്ക് വിട്ടുതരാന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേട്ടപ്പോൾ. അതാ പറഞ്ഞത്, ഒരു വാതിൽ അടയുമ്പോൾ ഒരു വാതിൽ പഠിച്ച എവിടെയെങ്കിലുമൊക്കെ തുറന്ന് തരുന്നുള്ളൊരു ഇതുണ്ട് പറയുന്ന കേട്ടിട്ടില്ലേ, തുറന്ന് തരുന്ന്, അതുപോലെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് ആളിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ആൾക്ക് മുഖത്തൊരു ഇതില്ല, ഉഷാറില്ല. ഇനിയിപ്പോൾ ഇന്ന് ഡയാലിസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഡയാലിസ് ഉണ്ട്. അപ്പം അതിന് ഇപ്പോൾ ഉമ്മ അപ്പത്തിന് വരും. ഉമ്മ ഒരു 5:30 ആകുമ്പോഴത്തേനും ഉമ്മ എത്തും, 5 മണി ആകുമ്പോഴത്തേനും ഉമ്മ എത്തും. ഇവിടുന്ന് ഇപ്പോൾ 4 മണിക്ക് ഒരു വണ്ടിക്കാരനെ ഏൽപ്പിച്ചിരിക്കണം, അവിടേക്ക് ഇപ്പോൾ ഡയാലിസിന് പോകും. അപ്പം ഉമ്മ വരുവോളം അവരവിടെ നിൽക്കൂട്ട. അങ്ങനെ അല്ലാതെ ഒരു മാർഗമില്ല. അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ പിള്ളേർ വരുമ്പോൾ എനിക്കാണെങ്കിൽ പോകാനും പറ്റൂല, പിള്ളേർ ഇവിടെ ഒറ്റക്കാവുമല്ലോ. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ വിശേഷമല്ലോ ഇപ്പം. പിന്നെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കണം കേട്ടോ എൻ്റെ ഉപ്പാക്ക്. പക്ഷെ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. അതേമാതിരി പെട്ടെന്ന് മൂത്രം
പോവാതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ ഒരു കിഡ്നീൻ്റെ അസുഖത്തിന് മൂത്രം പോക്കൊക്കെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പിന്നെ രക്തം മൂത്രയിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് എടുക്കാൻ പറഞ്ഞപ്പോൾ സ്കാനിങ് എടുത്തപ്പോൾ കല്ലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കല്ലെടുക്കണം, ബാക്കിൽ കൂടെ ഇങ്ങനെ ബാക്കിൽ തുളച്ചിട്ട് എടുക്കാതെ ബാക്കിൽ കൂടെ എൻ്റെ ഇപ്പം ബാക്കിൽ കൂടെ ആദ്യം ഒരു തുളച്ചിരുന്നു കേട്ടോ. ആൾ ഗൾഫിലായിരുന്നു കേട്ടോ. ഗൾഫിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്നതായിരുന്നു. അത് അവിടെ അതേമാതിരിക്ക് പെട്ടെന്ന് കുഴഞ്ഞ് വീണ് ചികിത്സയിലായിട്ട് ബാക്കിൽ ഇതുപോലെ 2 തുളച്ചിട്ട് നമ്മൾ ഈ മൂത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് ആ മൂത്രസഞ്ചി ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പം അറിയില്ലായിരുന്നു അത് മൂത്രസഞ്ചി ആണെന്നുള്ളത്. ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കും അവിടുത്തെ ഒരു കാക്കാനെ കൊണ്ട് വിളിപ്പിക്കും. ഉപ്പാക്ക് അങ്ങനെ വല്ലാതെ ഫോണിൽ കളിക്കാൻ ഇതിനൊന്നും അറിയില്ല, അവരെ കൊണ്ട് വിളിപ്പിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര സീരിയസ് ആണ്. പിന്നെ അൽഷിഫയിൽ കൊണ്ടുപോയി. അവിടുന്ന് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കഴിഞ്ഞ്. കല്ലിഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ എടുത്ത് പ്രഷർ കൂടിയിട്ടാണ് കിഡ്നിക്ക് പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞ് 2 ഇപ്പോൾ വർക്കിംഗ് ഇല്ല. ഇപ്പോൾ ഈ കല്ലിരുന്നിട്ട് പറ്റതയ്ക്കണം. പിന്നെ ഡോക്ടർ പറഞ്ഞത് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, നമുക്ക് എങ്ങനെയായാലും ഡയാലിസും കാര്യങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷെ കല്ല് നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കാതിരുന്നാലും പ്രശ്നമാണ്. പക്ഷെ പൈസേൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങളിങ്ങനെ ഇതാക്കിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എവിടെന്നെങ്കിലും പൈസ വെക്കണ വരെ അങ്ങനെ ആക്കിയിരിക്കണം. അതിന് ഗുളികയൊന്നും കുടിക്കാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്യാവശ്യം വലിപ്പമുള്ള കല്ലാണ്. അപ്പോൾ മൂത്രമൊഴിച്ച് പോവില്ല, യൂറിനിൽ കൂടെ പോവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഈ കല്ലിൻ്റെ ഡോക്ടറെ വേറെ ഉണ്ടോ കാണിച്ചത്. അപ്പോൾ കിഡ്നിക്ക് കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞ് നമുക്ക് പേടിക്കണ്ട, നിങ്ങൾ ആ ഡോക്ടർ ഉപ്പാനോട് തന്നെ പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഉപകാരമൊന്നും ഉണ്ടാവില്ല, നമുക്ക് കല്ലെടുത്തിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെ ചികിത്സ മുന്നോട്ട് ഡയാലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷേ നമ്മളെ കല്ലെടുത്ത് നീക്കാൻ തന്നെ ഉള്ളൂ കേട്ടാന്ന് പറഞ്ഞു. ഉപ്പാനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഞാൻ അവിടെ ഒരു ഇതിൽ വെച്ചുകൊണ്ട് എൻ്റെ എന്ന് പറയാനില്ല, എൻ്റെ ഉമ്മാൻ്റെ കേട്ടോ. എൻ്റെ ഉമ്മ അവിടെ ഒരു കൂടാരം കെട്ടിയിട്ട് അതിലാക്കിയിരുന്നു. എന്നിട്ട് ഐറ്റങ്ങൾ പുറത്തിറങ്ങും. എന്നിട്ട് അകത്തേക്ക് കയറടാ എന്ന് പറയുമ്പോൾ അവർ സ്വയം അങ്ങോട്ട് കയറി. നമ്മൾ ഈ മനുഷ്യന്മാരോട് അണക്കുള്ള കോഴിക്കളാട്ടാ അങ്ങനെ. അപ്പോൾ ഇപ്പാനോട് പറഞ്ഞു കൊടുത്തിക്കണ് ഇങ്ങനെ വലിയ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പാനോട് നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ആ കല്ലിൻ്റെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പാനെ പുറത്തേക്ക് ആക്കിയിട്ട് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ അവർ ചോദിച്ചിരുന്നു ഇപ്പാക്ക് അറിയോ ഇപ്പാൻ്റെ സൂക്കട എന്താണെന്നൊക്കെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പാവ് സത്യമാണ് എപ്പോഴും ഇപ്പാൻ്റെ അസുഖത്തിനെ പറ്റിയിട്ട് ശരിക്കും അറിയൂല. അങ്ങനെയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ക്യാഷ് ഒത്താൽ ഓപ്പറേഷന് പോകും, എവിടെന്നെങ്കിലൊക്കെ ഒപ്പിക്കും. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ആ പൈസ പിരിച്ച് കിട്ടിയാൽ കുറച്ചെങ്കിലൊക്കെ കിട്ടിയാൽ. നല്ല കഫുണ്ടല്ലേ, അത് കാർക്കിച്ച് തുപ്പി നോക്കിപ്പാ. എവിടുന്നെങ്കിലൊക്കെ അങ്ങനെ പിരിച്ച് കിട്ടിയാൽ അത് എല്ലാതും കൂടി ഒപ്പിച്ചിങ്ങാണ്ട് ഓപ്പറേഷത്തിനൊക്കെ പോവാം. പിന്നെ ഡയാലിസ് ചെയ്യാനൊക്കെ ഇതന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടിയില്ലേ എന്നുള്ളത്. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് അവിടെ എഴുതി കൊടുത്തിരിക്കണം കേട്ടോ, അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് ഇൻഷൂർ കാർഡ് ഇല്ല ചോദിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ഇൻഷൂർ കാർഡ് ഇല്ല കേട്ടോ. അതുപോലെ ഇപ്പാനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയന്ന് ഇതേമാതിരി അന്ന് എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അന്ന് അവിടെ മെഡിക്കൽ കോളേജിൽ ചോദിച്ച് ഇങ്ങനെ ഇൻഷൂർ കാർഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇപ്പം അത് നിർത്തി വെച്ചിക്കണമെങ്കിൽ ഉണ്ടാക്കലില്ല എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് തന്നെ അത് റെഡിയായി കിട്ടിയിരുന്നു. ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല കുരക്കുണ്ട് ആൾ. പനി ഉണ്ടായിരുന്ന ആൾക്ക് പനിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ചൊക്കെ മാറിയാണ്. ഇപ്പോൾ അതാ കഫം ഇങ്ങനെ കെട്ടി നിൽക്കണ മാതിരി നല്ലോണം കുരക്കുണ്ട് ആൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ പേടിയാണ്. ഡയാലിസിന് പോയി വരുമ്പോഴാണ് ആൾക്ക് പ്രശ്നം. ഡയാലിസിന് പോകണ വരെ വലിയൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഡയാലിസ് തൂക്കം കൂടിയാലും BP കുറയൂലപ്പാ. പിന്നെന്താ പ്രഷർ കുറയുക. BP കുറഞ്ഞാലെന്താ കാലെന്താ
മസിൽ കയറും. അങ്ങനെ മസിൽ കയറിയിട്ട് അതിൻ്റെ അതിന് സൂചി ഉണ്ടല്ലേ, സൂചി മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ നല്ല മസിൽ കയറ്റായിരുന്നു. അപ്പം അതിന് സൂചി ഉണ്ട്. പക്ഷെ എൻ്റെ ഉപ്പാക്ക് ഒരു പ്രശ്നമുണ്ട്, ഡോക്ടർ കഴിക്കരുത് എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ. ഞങ്ങളോടൊക്കെ ഇങ്ങോട്ട് തല്ലുകൂടി, വാശി കൂടുതലാണ് ഇപ്പോൾ. ഞങ്ങളോടൊക്കെ തല്ല് കൂടിയിട്ടാണ് ഇപ്പം എനിക്കത് വേണം, അത് ചെയ്യണമെന്നുണ്ട് ഭയങ്കര വാശിയാണ്. ചെറിയ മക്കളെ മരിക്കണം, പറഞ്ഞത് അങ്ങോട്ട് കേൾക്കൂല. എന്നെ ഇടം കണ്ടിട്ട് നോക്കണോക്കി, ഇജ്ജ് ഫോൺ അവിടെ വെക്ക്, ഇജ്ജ് വെച്ചിട്ട് ഞാൻ എനിക്ക് തരാമെന്നാവും മനസ്സിൽ. ഞാനിപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ, ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും. അതാണ് ഞാൻ സ്കിറ്റ് എടുക്കണം. എന്താ ഇപ്പോൾ ഡൈമേ ലൈഫ് എടുത്തിട്ട് എന്താ ഇപ്പോൾ പറയാണ്ടാവുക. ഉമ്മ രാവിലെ ചോറും കൂട്ടാനൊക്കെ വെച്ച് പോകില്ല ഉമ്മ രാവിലെ വളാഞ്ചേരി ആണ് കേട്ടോ ഉമ്മക്ക് തൊഴിലുറപ്പ്. അപ്പോൾ ഇമ്മ രാവിലെ അങ്ങോട്ട് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ രാവിലെ ഒക്കെ വെച്ചൊക്കെ പോകും. അപ്പോൾ പിന്നെ എന്നോട് അറിയുന്നത് അങ്ങനെ അഭിനയിച്ചങ്ങാണ്ട് സ്കിറ്റ് എടുത്തോ, എന്നാൽ പിന്നെ എനക്ക് പണി നോക്കണ്ടല്ലോ, അടിച്ചൊരു തുടച്ചാലൊക്കെ മതിയല്ലോ എന്നറിയാം. ഞങ്ങളിങ്ങനെ കൊലായ്മ ഇരിക്കും, അങ്ങനെയൊക്കെ തന്നെ ആയിട്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ പോയി എടുക്കും, പിന്നെ നീക്കൂല, പിന്നെ തീരെ നീക്കൂല. എത്ര കൊലായ്മ വന്നിരിക്കുന്നു പറഞ്ഞാലും ഇരിക്കില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ പിടിച്ച് ഇങ്ങനെ ഇരുത്തുന്നതാണ് കൊലായ്മയിൽ. ഇപ്പോൾ നീച്ച പാടന്നെ പറയുന്നുണ്ട് തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ എനിക്ക് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടാൽ കയറലില്ല കേട്ടോ. എടുക്ക പരിക്കുണ്ടപ്പാ, അങ്ങനെ ചൂളി പിടിച്ചിരിക്കണേ. പക്ഷെ ഒരുപാട് ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് അറിയാത്ത ആൾക്കാർ നമ്മളെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെയിട്ട് ഒരുപാട് സന്തോഷം. ഇനി പിന്നെ അറിഞ്ഞില്ല, എൻ്റെ ഉപ്പാനെ അറിയണ്ടില്ലപ്പാ, ഒക്കെ ഇതിനിപ്പം മോളുള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പം എല്ലാവരോടും ഇൻഷാ അല്ലാ ഞങ്ങൾ ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യം, ഞാൻ എപ്പോഴും വീഡിയോ ഉപ്പാനെ ഇങ്ങനെ പറഞ്ഞിടുമ്പോഴേ അതും പറയിപ്പാനെ വെച്ചിങ്ങാണ്ട് റീച്ച് ഉണ്ടാക്കാന്ന് പറയും. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അതും പറയട്ടെ ആൾക്കാർ, എനിക്ക് പേടിയാണ്. അതാണ് എനിക്ക് ഈ അക്കൗണ്ട് നമ്പർ ഇത് സ്കാനറൊക്കെ ഇടുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും പറയുമോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പം ഇങ്ങനെ ഇപ്പാക്ക് പിരിക്കണതും ആൾക്കാർ തന്നെയല്ലേ, ആൾക്കാർ തന്നിട്ട് തന്നെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ആ പിരിക്കൽ നിന്നു കേട്ടോ. അതിങ്ങനെ പള്ളി കമ്മിറ്റിക്കാർ അറിഞ്ഞ് പിരിക്കണ്ടെന്നാണ്. പക്ഷെ അവർ ചിന്തിച്ചില്ല, വരെ ചികിത്സ ഇനി അങ്ങനെ മുന്നോട്ട് പോകുമെന്നും ചിന്തിച്ചില്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ ഒക്കെ ശരിയാവേക്കാരം. അപ്പം എല്ലാവർക്കും സലാം പറയിപ്പാ. അപ്പോൾ എല്ലാവരോടും ഇനി ഞങ്ങളെ കാണുന്ന വരേക്കും അസ്സലാമു അലൈക്കും.